ഓം ശാന്തി. ഇന്നത്തെ ആധുനിക ലോകത്തിൽ വിദ്യാഭ്യാസം എല്ലാവർക്കും ഒരുപോലെ കിട്ടാൻ തുടങ്ങിയ ഒരു കാലഘട്ടം. വിദ്യാഭ്യാസത്തിൻ്റെ ഹയർ ലെവലിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിലും ലോകത്തെ മനുഷ്യന്മാരുടെ പരസ്പര സഹകരണം, സ്നേഹം, കെയറിങ്, ഷെയറിങ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഡേ ബൈ ഡേ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ചാണക്യ സൂത്രത്തിലെ ഒരു കഥ ഞാൻ ഓർത്തു പോകുന്നത്. ഒരിക്കൽ ഒരു ഗുരു തൻ്റെ 3 ശിഷ്യന്മാരെ അവരുടെ വിദ്യാഭ്യാസത്തിന് ശേഷം പരീക്ഷിക്കാനായിട്ട് നിശ്ചയിച്ചു. ഗുരു അവരെ 3 പേരെയും കാടിന് വെളിയിലേക്ക് പറഞ്ഞയച്ച ശേഷം പറഞ്ഞു, നാളെ രാവിലെ ഇത്ര സമയത്ത് കൃത്യം നിങ്ങൾ എൻ്റെ ആശ്രമത്തിൽ തിരിച്ചെത്തണം എന്ന് പറഞ്ഞു. അവർ വരുന്ന വഴിയിൽ മുഴുവൻ ഗുരു നിറച്ച് ചവിട്ടിയാൽ കാലിൽ കയറുന്ന രീതിയിലുള്ളതായിട്ടുള്ള മുള്ളോ ആണിയോ എന്തോ ഒന്ന് വെതറിയിട്ടു. ശിഷ്യന്മാർ നടന്ന് ഗുരുവിൻ്റെ ആശ്രമത്തിലേക്കുള്ളതായിട്ടുള്ള വഴിയിൽ തിരിയുമ്പോൾ കാല് വെച്ചാൽ ചവിട്ടിപ്പോകുന്ന രീതിയിൽ അത്രയും നിറച്ച് മുള്ള കിടക്കുന്നത്. ഒരു ശിഷ്യൻ പറയുകയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൻ്റെ ആജ്ഞ അതെനിക്കൊരിക്കലും തെറ്റിക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് ഞാൻ മുന്നോട്ട് തന്നെ പോവുക എന്ന് പറഞ്ഞു. അയാൾ ആ മുള്ളിലൂടെ നടന്ന് ഗുരുവിൻ്റെ ആശ്രമത്തിലെത്തുമ്പോഴേക്കും കാലൊക്കെ അരിപ്പ പോലെയായി മുള്ളു കയറിയിട്ട്. രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തു? കൈ കൊണ്ട് കുറച്ച് മുള്ളു നീക്കി അതിൽ ചാടി അങ്ങനെ 1-2 മുള്ളൊക്കെ കയറിയെങ്കിലും അവനും അവിടെ എത്തിച്ചേർന്നു. മൂന്നാമത്തെ ആൾ ഉടനെ തന്നെ അവിടെ നിന്ന് ഒരു ചൂലും ഒരു മുറവും സംഘടിപ്പിച്ചുകൊണ്ട് ആ മുള്ളുകളെ മുഴുവൻ അടിച്ചുകോരി ആശ്രമം വരെയുള്ള വഴി വൃത്തിയാക്കിക്കൊണ്ട് ഗുരുവിൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. 3 പേരെയും ഗുരു വിളിച്ചിരുത്തി പറഞ്ഞു, മൂന്നാമത് ആ വഴി മുഴുവൻ ക്ലീൻ ചെയ്ത് ഇവിടെ എത്തിച്ചേർന്ന ശിഷ്യൻ മാത്രമാണ് എൻ്റെ പരീക്ഷണത്തിൽ ജയിച്ചിരിക്കുന്നത് എന്ന്. എന്നുവെച്ചാൽ അർത്ഥം വിദ്യയുടെ യഥാർത്ഥമായിരിക്കുന്ന ലക്ഷ്യം എന്താണ്? എൻ്റെ ജീവിതത്തെ സുഖകരമാക്കുന്നതിനൊപ്പം എൻ്റെ ജീവിതം കൊണ്ട് ഈ സമൂഹത്തിലെ മറ്റ് നിരവധി ആളുകൾക്ക് ഞാൻ നടന്ന വഴിയിലൂടെ ആര് നടക്കുമ്പോഴും കംഫർട്ടബിളായിട്ട് അവർക്ക് മുന്നോട്ട് വരാൻ പറ്റുന്ന രീതിയിൽ ജീവിച്ചു കാണിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥമായിരിക്കുന്ന വിദ്യ. അതുകൊണ്ട് ചാണക്യ സൂത്രത്തിൽ പറയുന്നു, ഉപയോഗിക്കാൻ പ്രാക്ടിക്കൽ അല്ലാത്തതായിരിക്കുന്ന വിദ്യയും മറ്റൊരാളുടെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നതായിട്ടുള്ള ധനവും രണ്ടും നമുക്ക് ഉപയോഗമല്ല എന്ന്. ഒരു കാര്യം നമുക്കൊക്കെ അറിയാം, മറ്റൊരാളുടെ കയ്യിലുള്ളതായിട്ടുള്ള ധനം അതൊരിക്കലും നമുക്ക് ഉപയോഗപ്പെടാൻ പോകുന്നില്ല. ദ സെയിം വേ നമ്മുടെ ബുദ്ധിയാകുന്ന ലോക്കറിൽ നിങ്ങൾ എടുത്തു വച്ചതായിരിക്കുന്ന അറിവ് അത് പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യാത്തിടത്തോളം കാലം, തൻ്റെ ജീവിതത്തിൽ ആ മൂല്യങ്ങളെ പ്രാവർത്തികമാക്കാത്തിടത്തോളം കാലം ആ വിദ്യ വെറും ഒരു അറിവ് മാത്രമാണ്, ഒരു ഡിഗ്രി മാത്രമാണ്, അല്ലാതെ പ്രാക്ടിക്കലായിട്ട് അത് യൂസ്ഫുൾ അല്ല എന്നർത്ഥം. അതുകൊണ്ട് രാമായണത്തിൽ 2 വരി കൂടി ഞാൻ ഓർത്തു പോവുകയാണ്. സംസാരകാരിണിയായത് വിദ്യയും സംസാരനാശിനിയായത് വിദ്യയും. സംസാരകാരിണി എന്ന് വെച്ചാൽ അർത്ഥം ഈ ലോകത്തിൽ നമ്മളെ ബന്ധിപ്പിക്കുന്നത് എന്തോ അത് അവിദ്യയും, ഈ ലോകത്തിൻ്റെ ആഗ്രഹത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നത് എന്തോ അത് വിദ്യയും എന്ന് രാമായണം നമ്മളോട് പറഞ്ഞിരുന്നു. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, അതെങ്ങനെയാണ് ഈ ലോകത്തെ കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുന്നത് വിദ്യയാവുന്നത്? തീർച്ചയായിട്ടുമാണ്. ഒരു കാര്യം എനിക്ക് വേണം എന്നതായിട്ടുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ നിൽക്കുകയും അതേസമയം ആ ആസക്തി മനസ്സിൽ വളർന്നുകൊണ്ടിരിക്കുകയും അതിൻ്റെ പ്രവർത്തിക്കാനുള്ളതായിരിക്കുന്ന ശൈലികൾ നമ്മൾ സ്വന്തമാക്കിയിട്ടില്ല എങ്കിൽ മനുഷ്യൻ്റെ ലോഭമായിട്ടത് പരിവർത്തനമാവും. ഒന്ന്, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേണം എന്തായിട്ടുള്ള തീവ്രമായ ഇച്ഛ അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് നയിക്കുമെങ്കിൽ ഒരു മനുഷ്യന് ആ സാധനം വേണം, ഈ സാധനം വേണം, എനിക്ക് അതും വേണം, ഇതും വേണം, അങ്ങനെ വേണം എന്നുള്ള ആഗ്രഹം കൂടുകയും അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ മീൻസ് അതിനു വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറല്ല, എനിക്ക് കുറുക്കുവഴിയിലൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളെ സംസാരത്തിൽ ബന്ധിപ്പിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ അർത്ഥം ആലോചിച്ച് നോക്കിയോളൂ, ഇവിടെ നിന്ന് കൈക്കൂലി വാങ്ങി കൊണ്ടുവന്ന പൈസ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രിഡ്ജ് വാങ്ങിക്കാൻ നോക്കുന്ന നേരത്തായിരിക്കും വീട്ടിൽ ആർക്കെങ്കിലും സുഖമില്ലാണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആ വാങ്ങിയതിൻ്റെ ഇരട്ടി പൈസ നിങ്ങൾക്ക് ഇവിടെ ചെലവഴിക്കേണ്ടി വരും. കുറച്ചുകൂടി ജീവിതം കഷ്ടത്തിലേക്ക് താഴ്ന്നു പോകുന്ന അർത്ഥം. ചിന്തിച്ചു നോക്കിയേ, സംസാരകാരിണിയായത് അവിദ്യ. ഏത് രീതിയിൽ ഞാൻ ജീവിക്കണം, ഏത് രീതിയിൽ മൂല്യങ്ങൾ ഞാൻ അപ്ലൈ ചെയ്യണം, ഏത് രീതിയിൽ എൻ്റെ എനർജീനെ ചാർജ് ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം എനിക്ക് നേടണം, ഈ നോളജ് എന്തോ അതാണ് റിയൽ നോളജ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ ലോകത്ത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്, കൈക്കൂലി വാങ്ങിയിട്ടും തൻ്റെ ഓഫീസിൽ നിന്ന് ശമ്പളം കൊണ്ട് പറ്റില്ല, ഞാൻ അവരുടെ വാക്ക് എടുത്ത് പറയുകയാണ് നിങ്ങളുടെ അടുത്ത്, ശമ്പളം കൊണ്ട് പറ്റില്ല, എല്ലാം എത്തും
അതുമില്ല എവിടെയും, അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു കിമ്പളം എന്ന്. ഞാനിത് അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞത് എന്നോട് ഒരാൾ പറഞ്ഞ വാക്കിന് ഞാൻ റിപ്പീറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് കിമ്പളം, ആ കിമ്പളം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ദുഃഖകാരണേ അതാകുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ ഹാർഡ് വർക്ക് കൊണ്ട് നമ്മുടെ ഉള്ളിലെ വാല്യൂസിൻ്റെ ആധാരത്തിൽ, മൂല്യങ്ങളുടെ ആധാരത്തിലുള്ള കഠിന പരിശ്രമത്തിലൂടെ ഒരാൾക്ക് വേണമെങ്കിൽ ഈ ലോകത്ത് നമ്പർ 1 ആവാൻ സാധിക്കും. പക്ഷേ ആ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഏതെങ്കിലും കുറുക്ക് വഴിയാകുന്ന സ്മാർട്ട് വർക്ക്, ഒറിജിനൽ സ്മാർട്ട് വർക്കല്ല, കുറുക്ക് വഴിയാകുന്ന സ്മാർട്ട് വർക്ക് സ്വന്താക്കിയാൽ അവർ വിദ്യ നേടിയവരല്ല, അത് അവിദ്യ നേടിയവരാണ്. അതുകൊണ്ട് യഥാർത്ഥമായിരിക്കുന്ന വിദ്യ മീൻസ് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കാലടികളിലൂടെ മറ്റുള്ളവർക്ക് നടന്നു വരാൻ സാധിക്കുകയും, നമ്മൾ വളരുന്നതോടെ മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുകയും, നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൂടെ ജീവിക്കാൻ കൈകോർത്ത് പിടിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നുവെങ്കിൽ അതാണ് യഥാർത്ഥമായിരിക്കുന്ന വിദ്യ. ആ വിദ്യ നമ്മുടെ സ്കൂളിലെ സിലബസിനൊരു പക്ഷേ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് നന്നായിട്ടറിയാം, ആ സ്കൂളിലെ സിലബസിൽ നിങ്ങൾക്ക് തരാൻ പറ്റില്ല, ആ സിലബസ് തരുന്ന ടീച്ചേഴ്സിന് കൊടുക്കാൻ സാധിക്കും, മാതാപിതാക്കൾക്ക് തൻ്റെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും. ആ ശ്രേഷ്ഠമായിരിക്കുന്ന സംസ്കാരത്തിൻ്റെ ട്രാൻസ്ഫോർമേഷനാണ് യഥാർത്ഥമായിരിക്കുന്ന എഡ്യൂക്കേഷൻ. ആ ഒരു യഥാർത്ഥ സംസ്കാരത്തിൻ്റെ കൊടുക്കലാണ് യഥാർത്ഥമായിരിക്കുന്ന വിദ്യാഭ്യാസം, അതിൻ്റെ ട്രാൻസ്മിഷനാണ് യഥാർത്ഥമായിരിക്കുന്ന വിദ്യാഭ്യാസം. ആ രീതിയിൽ നമുക്ക് ഈ പറഞ്ഞതിനനുസരിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന ഇത് കളക്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പണ്ടത്തെ രീതിയിലുള്ള ഗുരുകുലത്തിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും, നമ്മുടെ കുട്ടികളെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന തലത്തിൽ ആർക്കും എന്നും എവിടെയും അവനവൻ്റെ കയ്യിലുള്ള മൂല്യങ്ങളെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ ഈ ഒരു ഷെയറിങ് ആൻഡ് കെയറിങ്ങിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആവും. ആ ഒരു എഡ്യൂക്കേഷൻ നമ്മൾ ഏറ്റവും ഹൈറ്റ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ആദ്യം ആ വാല്യൂസിനെ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരാം. നമുക്ക് ആദ്യം എഡ്യൂക്കേറ്റഡ് ആവാം, നമ്മുടെ കുട്ടികളെ എഡ്യൂക്കേറ്റഡ് ആക്കാം. ഓം ശാന്തി.